എല്ലാവർക്കും എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇന്നലെ രാത്രി നല്ലൊരു മഴ കിട്ടിയിട്ടോ. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ തൊടിയൊക്കെ നന്നായി നനഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിങ്ങ് തിരിക്കൊന്നും വേണ്ട. അപ്പോൾ ആ ഒരു സമാധാനമുണ്ട്. മറ്റേ ഞാൻ വൈകുന്നേരം ഇന്ന് തിരിക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. അപ്പം നിങ്ങളുടെ ആ ഭാഗത്തേക്കൊക്കെ എങ്ങനെയാണ് മഴ കിട്ടിയോ ഇന്നലെ രാത്രി? ഇവിടെ ഇപ്പോൾ വേനൽ മഴ രണ്ടെണ്ണമായി കിട്ടുന്നു. അപ്പോൾ ചൂടിന് ഇന്നൊരു ആശ്വാസം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ എണീറ്റപ്പോഴും 7 മണിക്കേ എണീറ്റിട്ടുള്ളൂ. ഇപ്പോൾ തിരക്കില്ലാത്ത പ്രഭാതങ്ങളാണല്ലോ. ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയല്ലോ, അതുകൊണ്ട് ഇപ്പോൾ തിരക്കില്ല. ഏറ്റവും സാവധാനത്തിലാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ 7 മണിയായി. എണീറ്റ് വന്നപ്പോൾ പാലൊക്കെ എടുത്തു വന്നു, ജനലൊക്കെ തുറന്നിട്ടിട്ട് പിന്നെ പല്ല് തേക്കാനും അതിനും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ രാത്രി മഴ പെയ്തത് കാരണം രാവിലെ കറിവേപ്പിലൊക്കെ അങ്ങനെ നിറയെ വെള്ളത്തുള്ളിയൊക്കെ ആയിട്ട് വർഷക്കാലത്തെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ അതിന് ഒരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ ഒടിഞ്ഞു വീണിരുന്നു. അപ്പം ഞാനതിനൊരു താങ്ങൊക്കെ കൊടുത്ത് അവിടെ കെട്ടി നിർത്തി. പിന്നെ മാങ്ങ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. മഴ പെയ്തതല്ലേ മാങ്ങ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 2 മാങ്ങയായിട്ടോ കിട്ടിയിട്ടുള്ളൂ. ഇന്നലെയും ഇതുപോലെ മാങ്ങ കിട്ടിയെന്ന് പഴമാങ്ങ കറി വെച്ചു. അപ്പോൾ ഇന്നൊരു 2 മാങ്ങ കിട്ടിയിട്ടുണ്ട്. പിന്നെ പല്ല് തേക്കലും ഒക്കെ കഴിഞ്ഞ് മുറ്റമൊക്കെ അടിച്ചിട്ട് മെല്ലെ അടുക്കളയിലേക്ക് കയറിയാൽ മതി. അപ്പോൾ ദേ നമ്മളെ പുറത്ത് അടുപ്പ് ഇന്ന് കത്തിക്കാൻ ഒരു നിവൃത്തിയില്ല. മഴ പെയ്തിട്ട് ആകെ ഇതിലൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ അത് ഇന്ന് കത്തിക്കാൻ പറ്റില്ല. പിന്നെ ഏട്ടൻ എണീറ്റിട്ടില്ലെങ്കിലും ഞാൻ ഏട്ടൻ്റെ ബ്രഷൊക്കെ ഞാൻ എടുത്ത് അതിൽ പേസ്റ്റൊക്കെ ആക്കിയിട്ട് അവിടെ വെച്ച് കൊടുത്തു കേട്ടോ. ഇനി എണീറ്റ് വരുമ്പോൾ ഞാൻ വേറെ വല്ല പണിയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ പല്ല് തേക്കാതെ അങ്ങനെ നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ അത് ആദ്യം തന്നെ എടുത്ത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുക്കളയിൽ വന്ന് ഫ്രിഡ്ജ് തുറന്നിട്ട് ഇന്നേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും രാവിലേക്കുള്ളത്, പിന്നെ പാൽപ്പാട മാറ്റിയിട്ട് ചായ വെച്ചിട്ടുണ്ട്. ഏട്ടൻ എണീറ്റ് വന്നിട്ടില്ല. വന്നാലും ഇപ്പം കട്ടൻ ചായയാണ് കുടിക്കാറും. ഇന്ന് പാൽ ചായ മതി എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിക്കാൻ പോയി. മഴ കാരണം ഇതിലും വലിയ ചപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വടുക്കുവറുത്ത് നിൽക്കണ ആ പ്ലാവിൻ്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടിയ കാരണം കൊണ്ട് ഒരു സമാധാനം ഉണ്ടില്ല വെച്ചാൽ ഇന്നലത്തെ ഈ മഴയ്ക്ക് ആകെ വന്നിരുന്നു. മഴ പെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വടുക്കോറം കോൺക്രീറ്റ് ഇട്ടത് കാരണം എത്ര വേഗം അതിൽ വെള്ളം പോയി എന്നറിയോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് എടുക്കുകയാണ്. മറ്റേത് ഇതൊക്കെ ഞാൻ ഈ നേരത്തൊന്നും ചെയ്യലേ ഇല്ല. മോൾക്ക് ഭക്ഷണം വേണം, പിന്നെ ചോറ് വേണം, കറി വേണ്ട, ചോറ് ഉപ്പേരിയൊക്കെ ആയി അവളെ പറഞ്ഞയച്ചതിൻ്റെ ശേഷം ചിലപ്പോൾ ഏട്ടനും കൂടി പോയതിൻ്റെ ശേഷം കേട്ടോ മുറ്റൊക്കെ അടിക്കാൻ ഇറങ്ങാറുള്ളൂ. പിന്നെ അന്നൊന്നും ഇത്ര വെയിലില്ലല്ലോ, വെയിലില്ലാത്ത സമയമല്ലേ. ഇപ്പോൾ 7:30 ആകുമ്പോഴേക്ക് തന്നെ നല്ല വെയിൽ വരും. അപ്പം ഞാൻ മുറ്റൊക്കെ അടിച്ച് തുണിയും കൂടിയും കഴുകിയിട്ട് അകത്തേക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏട്ടന് പുട്ട് മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊരു തേങ്ങയും കൂടിയും പൊളിച്ചെടുക്കാനുണ്ട്. പിന്നെ അടിച്ച് വാരിയതൊക്കെ ഞാൻ കത്തിക്കാനുള്ള അതിലാണ് അങ്ങനെ കൂട്ടിയിട്ടിട്ട് പിന്നെ ഒന്നിച്ചിട്ടാണ് കത്തിച്ച് കളയുള്ളൂ. അപ്പോൾ തേങ്ങ പൊളിക്കലും തേങ്ങ കഴിഞ്ഞു തുടങ്ങിയിട്ടോ. ഇനിയിപ്പോൾ ആൾ വന്ന് ഇട്ടിട്ട് വേണം. വീട്ടിലെ ആവശ്യത്തിന് വെച്ചിട്ട് ബാക്കി അങ്ങോട്ട് വിൽക്കുക പതിവ്. അപ്പോൾ തേങ്ങ ഇടാറായിരുന്നു എന്ന് ഇങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. തേങ്ങയൊക്കെ കഴിഞ്ഞിട്ടു. പിന്നെ അധികം തുണിയൊന്നും കഴുകില്ല. ഞങ്ങൾ 3 ആളുടെ ഇല്ലല്ലോ. മേല് കഴുകുമ്പോഴത്തെ തുണി മാത്രമേ ഉള്ളൂ, അതും അത് കഴുകിയിട്ടു. അപ്പോൾ നിങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്തോളൂ. എല്ലാവർക്കും സ്കൂളൊക്കെ പൂട്ടിയിട്ടുണ്ടാവും. 1-2 ക്ലാസ്സുകാർക്കൊക്കെ ഇപ്പോൾ പരീക്ഷ ഉള്ളൂ തോന്നുന്നു. 8-നോ 9-നോ അങ്ങനെ എന്തൊക്കെയോ. ബാക്കി എല്ലാവരുടെയും ഒരുവിധം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ മക്കളുടെയൊക്കെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തോ? എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് വീട്ടിലേക്ക് പോകേണ്ട കാര്യം കുറച്ച് കഷ്ടത്തിലാണ്. ഏട്ടൻ വയ്യാതിരിക്കുന്നത് കൊണ്ട്. ഇനി അതൊക്കെ മാറിയതിൻ്റെ ശേഷമാണ് ഞാൻ പോകാമെന്ന് വിചാരിക്കുന്നത്. വീട്ടിലത്തെ അവിടെ മുത്തശ്ശിയാർക്കാവിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ കൊടുമുണ്ട. അപ്പോൾ അവിടുത്തെ പൂരം കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴേക്കൊക്കെ ഏട്ടൻ്റെ മാറി സുഖമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏട്ടപ്പോൾ കുറേ ആയിട്ട് 1 മാസത്തോളമായിട്ട് വീട്ടിൽ തന്നെയാണല്ലോ. പിന്നെ മോൾക്ക് മാത്രമാണ് പോകേണ്ടിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മോളുടെയും എക്സാമൊക്കെ കഴിഞ്ഞ് പൂട്ടി. അതുകൊണ്ട് ഒട്ടും തിരക്കില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് അകത്ത് ചോറ് വെക്കണം എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ റൈസ് കുക്കറിലെ പാത്രങ്ങളൊക്കെ ഒന്നും കൂടി കൊണ്ടുവന്ന് കഴുകിയെടുക്കുകയാണ്. 3 ആളേ ഉള്ളൂ എന്ന് പറഞ്ഞാലും 3 തരം പലഹാരമാണ് ഇവിടെ
സേമിയ ഉപ്മാവ് എല്ലാവർക്കും തികയില്ല. പിന്നെ ഏട്ടന് സേമിയത്തിൻ്റെ ഉപ്മാവ് വേണ്ട, പുട്ട് മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഏട്ടന് എന്തായാലും പുട്ടാണ്. പിന്നെ ഇക്കും മോൾക്കും സേമിയ ഉപ്മാവ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ സേമിയ അധികം ഇല്ല. അപ്പോൾ മോൾക്ക് മാത്രം സേമിയ ഉപ്മാവാണ്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് റവ ഉണ്ടെന്ന്, ഇനി എനിക്ക് റവ ഉണ്ടാക്കാമെന്ന്. അപ്പോഴാണ് ഇന്നാ ഇനി പുട്ടന്നെ മതിയെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏട്ടന് ഒരു കുറ്റി പുട്ട് കൊടുത്തപ്പോൾ അത്രയൊന്നും പുട്ടുക്കി കഴിക്കാൻ വേണ്ട. അപ്പോൾ അതിൽ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും പപ്പടമൊക്കെ കൂടി ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് പുട്ടിന് കറിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഏട്ടനൊരു പ്രത്യേക കോംബോ ആണ്. പുട്ടാണെങ്കിൽ ഇപ്പോഴായിട്ടല്ല, എന്നും മസാല ഉള്ള ഒരു കറിയും രാവിലെ കഴിക്കില്ല. അപ്പോൾ പുട്ടിന് പാൽ ചായയാണ്, അത് അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ട് സ്പൂൺ കൊണ്ട് കോരി കുടിക്കുക. അതാണ് എന്നും, നല്ല സമയത്തും അതെ, ഇപ്പോഴായാലും അങ്ങനെ തന്നെ. അതാണ് കേട്ടോ പുട്ടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി, പാൽ ചായ. പക്ഷെ എനിക്കതൊന്നും പറ്റില്ല. ഞാൻ എന്തായാലും ഒരാൾക്കായിട്ട് കറി വെക്കാനും പറ്റില്ല. അപ്പം ഞാൻ പപ്പടം എടുത്തു പുട്ടും കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഒരു ചക്കയുടെ ഒരു കഷ്ണം കിട്ടിയിട്ട് അവരെല്ലാവർക്കും ഷെയർ ചെയ്യണം, എൻ്റെ കൂട്ടത്തിൽ എൻ്റെ പങ്കാണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുറച്ച് പുട്ട് കഴിച്ചാലും കുഴപ്പമില്ല, വിശക്കുമ്പോൾ വേണമെങ്കിൽ ഇനി കുറച്ച് കഴിഞ്ഞാൽ ചക്കയൊക്കെ കഴിക്കാമല്ലോ. ചക്ക ഏട്ടന് വലിയ, എനിക്കും മോൾക്കും മാത്രം. അങ്ങനെ ഞാൻ രാവിലത്തെ ഞങ്ങളുടെ പുട്ടും പപ്പടും മോൾക്കുള്ള സേമിയത്തിൻ്റെ ഉപ്മാവും ഒക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. മോൾ എണീറ്റിട്ടില്ല. മോൾ മെല്ലെ എണീക്കലോളം 8:30 വരെ ഉറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആയിക്കോട്ടെ, മെല്ലെ എണീറ്റ് വന്നാൽ മതി എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ചക്കയൊക്കെ പറിച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചു. ചക്ക ഇങ്ങനെ വെച്ചാൽ ഈച്ചയൊക്കെ ആകെ വന്ന് കിച്ചണിലാകെ ഈച്ച, എന്ത് വെച്ചാലും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേഗം കയ്യോടെ പറിച്ച് ഒരു പാത്രത്തിലാക്കി മൂടി വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, നമുക്ക് വേണ്ടപ്പെടുത്ത് കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ വിശേഷങ്ങൾ. നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നോട് ഷെയർ ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഇഷ്ടമായി എങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.